നല്ല നീലവാനവും ഹരിതവർണ്ണങ്ങളും കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കളർഫുള്ളാക്കിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ഒരു തുടക്കം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളേനെയും പിന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെ കൂടെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യണേ. ഗോതമ്പ് കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിങ്ങനെ നല്ലൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കൊണ്ടേ പൊടിപ്പിക്കാം. ഒന്നുകൂടി നമ്മളിങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. സ്ഥിരമായി എൻ്റെ വ്ളോഗ് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മാത്രമല്ല എൻ്റെ പേരറിയുള്ളൂ. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാന്ന് അറിയില്ലല്ലോ. അപ്പം അതിനു വേണ്ടി പറയുകയാണ്, ഞാൻ രശ്മിയാണേ. തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത വ്ളോഗില്ലേ നമ്മൾ ഗോതമ്പ് ഉണക്കണമൊക്കെ കാട്ടിയില്ലേ. പക്ഷേ ഇത്തിരി വെയിൽ കമ്മിയായിരുന്നു. നല്ല വെയിൽ കണ്ടിട്ടാണ് രാവിലെ ഉണക്കാനൊക്കെ പരത്തിയിട്ടത്. പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ മാറി ക്ലൈമറ്റ് ഇങ്ങോട്ട് മൂടി പിടിച്ച മാതിരിയായി. ആ കാരണം കൊണ്ട് തന്നെ ഗോതമ്പ് നല്ലോണം ഉണങ്ങി കിട്ടിയില്ല. പിന്നെ ഞാൻ വൈകിട്ട് എന്ത് ചെയ്തു, ഹോളിൽ തുണിയൊക്കെ വിരിച്ച് ഗോതമ്പൊക്കെ പരത്തി ഫാനൊക്കെ ഇട്ട് വെച്ചു. അതുകൊണ്ട് കേടൊന്നും വന്നില്ലേ. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ രാവിലത്തെ ടിഫിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് മേലെ കയറി അതൊന്നുകൂടെ പരത്തിട്ടിരിക്കുകയാണ്. പെൺകുട്ടീനെ ഇങ്ങനെ കോണിക്കൂടിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടില്ല കേട്ടോ. ഇടയിൽ ഏട്ടനൊന്ന് വന്നെയാണ് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട്. അതെല്ലാം കുടിച്ച് ഏട്ടൻ ട്രിപ്പിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ മേലെപ്പാത്ത തൊടിയിൽ കുറച്ച് പാറപ്പൊടിയും പാറമണലും എന്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആവശ്യത്തിന് കോരി കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം മൂപ്പര് അതെല്ലാം അടുത്ത് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. എനിക്കിനി ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം ആക്കിയിട്ട് വേണം. രാവിലത്തെ തിരക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏട്ടൻ പോകുന്നത് നോക്കി ഞാൻ അവിടെ അങ്ങനെ നിന്നെയാണ്. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചങ്ങോട്ട് കയറിയുള്ളൂ. ഇനി ബാക്കി അങ്കംവട്ടമൊക്കെ തുടങ്ങാൻ പോകണില്ലൂ കേട്ടോ. കുറച്ച് പുറം പണിയുണ്ട്. വരകൊക്കെ ഒന്ന് ഉണക്കമൊക്കെ ചെയ്യണം അന്ന്. അതുപോലെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആ മൂച്ചി നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്ന കോക്കവെള്ളില്ലേ, അതുമുന്ന് ഞാനൊരു 2-3 കഷ്ണം മുറിച്ചെടുത്ത് ഇതുപോലെ ചാക്കയിലും അതുപോലെ ഈ ഒരു മരക്കുറ്റിയുടെ താഴെയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അമ്മ പൊട്ടി ഇത്തിരി വള്ളിയായി ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ മുന്നേ ഭാഗത്ത് ഡാർപ്പായ കെട്ടിയിട്ടില്ലേ, മഴയൊക്കെ പെയ്താൽ വെള്ളമൊന്നും ആവാണ്ടിരിക്കാനും ഇടൻ്റെ വണ്ടിയൊക്കെ നിർത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഡാർപ്പായ മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു പച്ച നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിലേക്ക് അങ്ങോട്ട് പടർത്താം. അപ്പം നമ്മുടെ ഉമ്മറത്ത് നല്ല തണലും ഉണ്ടാവും. കോഴിക്ക് ഇങ്ങനെ നല്ല ഭംഗിയായി തൂങ്ങി നിൽക്കുകയും ചെയ്യും. നമുക്ക് ഇഷ്ടം പോലെ ഉപ്പേരിയോ ഫ്രൈ ആക്കുകയോ തോരൻ വയ്ക്കുകയോ എന്താ ചാക്കാം അല്ലേ. ഇത് മുന്നൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ, എൻ്റെ ഉണ്ണി എനിക്കിവിടെ കുഞ്ഞൊരു പൂന്തോട്ടമൊക്കെ സെറ്റാക്കി തന്നെ. അതാണ് നമ്മുടെ കുഞ്ഞു പൂന്തോട്ടത്തിലേ നമ്മുടെ ആദിത്യൻ്റെ ഒരു പുതിയ ഐഡിയ പ്രകാരമുള്ള അടിപൊളി പോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ എന്തിലാണ് ടെർട്ടിൽ വൈൻ കുത്തിയിട്ടുള്ളതെന്ന്. അപ്പം ഇനി ഊണൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകാനായിട്ട് ഇവിടെ വന്ന് നിന്നാൽ മതി. താഴെ ഒരു ടൈലും ഇട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നിറയെ ഇങ്ങനെ ടെർട്ടിൽ വൈൻ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഈ ഒരു ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. അതുപോലെ എൻ്റെ ഉണ്ണി വട്ടിലും ശൂലൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്ന ടെർട്ടിൽ വൈനൊക്കെ നല്ല രീതിക്ക് അമ്മയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടയറിനും ഷൂസിനൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ടയറിനെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ടെർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷൂല് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്ന ഒരു ചെടി, ഇതിൻ്റെ പേരെന്താ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഞാൻ ഒത്തിരി പേരുടെ വീട്ടിൽ നിന്ന് നിൽക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തരുമോ എന്ന്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞും കൂട്ട് ഒരു പൊട്ടെങ്ങാനോ ആരോ എനിക്ക് നുള്ളി ഒരിച്ച് തന്നെയാണ്. അതുമുന്നേ ഞാനിങ്ങനെ പറിച്ച് വെച്ച് ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വിറകാണ്, നേരത്തെ കാണിച്ചു തന്നാൽ അത്ര ആക്കിയിട്ടുണ്ട്. വിറക് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ആ പുറം നേരേക്ക് ഇപ്പോൾ വലിച്ചിട്ടാണെന്ന്. അന്ന് തൊട്ട് ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടു പോയല്ലേ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് പരത്തി ഉണക്കട്ടെ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അടുപ്പിലിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നിട്ട് ചാക്കുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചാക്കൊക്കെ ഇങ്ങനെ എടുത്ത് പരത്തി വെച്ചിട്ട് ആ ചാക്കിലോട്ടാണ് ഈ വിറക് അടുക്കാൻ പോണേ. അങ്ങനെയാകുമ്പോഴേ പെട്ടെന്ന് മഴ അങ്ങ് ചാറുകയോ തൂളുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാക്ക് കൂട്ടി പിടിച്ചാൽ നമുക്ക് ആ വിറക് അത്രയും ഉള്ളിലേക്ക് വയ്ക്കാൻ ഈസിയാവും. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഒരു 3-4 ചാക്ക് ഞാൻ പരത്തിയിട്ടാണ് വിറകൊക്കെ അടുക്കിയത്. ബാക്കിയുള്ളത് അങ്ങനെ മണ്ണിൽ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് മാത്രം ഒന്നിച്ച് പെയ്തിട്ടില്ലെങ്കിലും ഇത്തിരി ചാറ്റിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു ട്രിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടുപ്പത്ത് വെച്ചുണ്ടാക്കണതാണ് ഭയങ്കര ഇഷ്ടം.
നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ജോലിക്ക് പോകുന്ന സമയത്തേക്ക് ഇഷ്ടം ഉണ്ടാകുന്നില്ലേ, ആ സമയത്ത് നമ്മൾ തീപ്പൂട്ടാനും നമുക്ക് ഒരുപാട് സമയം വേണം. ഇനിയിപ്പോൾ അതിന് വെച്ചുണ്ടാക്കിയ പാത്രം കഴുകി അതിനേക്കാൾ സമയം വേണം കറിയൊക്കെ പിടിച്ചത് കഴുകി മോറിയെടുക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ആ സ്ഥിതിക്ക് അടുപ്പ് പൂട്ടി വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുക്കിംഗ് നല്ല എളുപ്പമാവും, നല്ല ടേസ്റ്റും ആവും, ഗ്യാസ് നല്ലോണം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഗ്യാസും കുറ്റി ഇങ്ങനെ നിറഞ്ഞിരിക്കണമെങ്കിൽ മാത്രമാണ് അടുപ്പിനോട് നമ്മളെ വീട്ടമ്മമാർക്ക് ഇഷ്ടവും പ്രിയമൊക്കെ തോന്നുള്ളൂ. അല്ലാത്തുമ്പോൾ അടുപ്പ് വെറുപ്പായിരിക്കും. ഇത് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങിന് എളുപ്പമാറിട്ട് കാര്യമില്ല. അതിൽ വെച്ചുണ്ടാക്കിയ പാത്രങ്ങൾ കഴുകി മോറിയെടുക്കുക, നല്ല പെടണം നമ്മൾ. കരിയൊക്കെ പിടിച്ചത് നല്ലോണം ഉറച്ച് നേരമൊക്കെ ഗ്യാസ് അടുപ്പിൽ നമുക്ക് വെച്ചുണ്ടാക്കുമ്പോഴത്തേക്കും പാത്രം കഴുകാനൊക്കെ എളുപ്പമാണ്. പിന്നെ തീപ്പൂട്ടാനും പാടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ രണ്ടിൻ്റേതായ പോസിറ്റീവും നെഗറ്റീവും ഗുണങ്ങളുണ്ട്. സമയം ഉണ്ടെങ്കിൽ എനിക്ക് അടുപ്പ് കത്തിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അടുപ്പത്ത് തന്നെ ഭൂരിപക്ഷവും വെച്ചുണ്ടാക്കണം, ഗ്യാസ് അങ്ങനെ ലാഭിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടെന്നല്ലാണ്ട് കാര്യമായിട്ട് നടന്നില്ല. ഒന്നാമത് വിറക് കുറവായിരുന്നു, പിന്നെ ഉള്ള വിറക് കുറച്ച് കൊത്തിപ്പൊളിക്കാനും കുറച്ച് ഉണക്കിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുറേയേറെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നം കൊണ്ട് എനിക്ക് അടുപ്പ് തന്നെ ഉപയോഗിച്ച് ഗ്യാസിനെ ലാഭിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞടുക്കളയിലുള്ള അടുപ്പുണ്ടല്ലോ, നമ്മുടെ പുക അടുപ്പ്, അത് വന്നിട്ട് ടൈലൊക്കെ ഇളകി ആകെപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എനിക്കപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഭ്രാന്ത് വേറെയുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എത്ര നാളായി പറയണു അറിയോ, ഈ അടുക്കളപ്പുറത്തൊരു അടുപ്പുണ്ടാക്കി തരാനായിട്ട്. വലിയ വീതന നല്ല അടുപ്പൊന്നും വേണ്ട, കുറച്ച് മണ്ണിട്ടിട്ട് സാധാ അടുപ്പുണ്ടാക്കൂലേ നമ്മൾ പുറത്ത് പണ്ടൊക്കെ ഉണ്ടാക്കൂലേ, മണ്ണടുപ്പ്. എനിക്കങ്ങനെ ഇഷ്ടിക അടുപ്പ് ഒന്നും വേണമെന്നില്ല, മണ്ണടുപ്പ് 2 ഉണ്ടാക്കിക്കാട്ട് ഈ ചൂടുവെള്ളവും അതുപോലെ ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ എപ്പോഴേലൊക്കെ മീൻ വറക്കുക ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിനൊക്കെയാണ് കേട്ടോ അടുപ്പ് കൂടുതൽ ഇഷ്ടം. ബാക്കിയുള്ളതിനൊന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാണ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മണ്ണും കുറച്ച് കല്ലും കട്ടയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഏട്ടനൊക്കെ ഒന്ന് മെനക്കെട്ടാൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് മെനക്കെടണില്ല എന്ന് പറയുന്നില്ലാണ്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. എന്നേലൊക്കെ ഉണ്ടാക്കി തരുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. തൽക്കാലം ഇപ്പം വെള്ളം പൊട്ടിപ്പൊളിഞ്ഞ പുകടുപ്പ് തന്നെ ഉപയോഗിക്കുക. ഈ വർഗ്ഗമൊക്കെ നമുക്ക് കത്തിച്ച് തീർക്കണ്ട. ഏകദേശം ഗ്യാസും വണ്ടി വരുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളുടെ മുന്നിൽ ഇങ്ങനെ ഗ്യാസും കുറ്റി കൊണ്ടുവച്ചിട്ടുണ്ടാവും. വണ്ടി വരുമ്പോഴത്തേക്കും നിർത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളും ഇറക്കി വെച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഗ്യാസും വണ്ടി വരും പോവും. ഈ പറഞ്ഞ കൂട്ട് ഗ്യാസും കുറ്റി ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഗ്യാസ് കഴിയുമ്പോഴായിരിക്കും ഗ്യാസും കുറ്റിക്ക് കടന്ന് നമ്മൾ പരക്കം വയ്യ. പക്ഷേ ഇത്തവണ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്, കാരണം കൊണ്ട് തന്നെ ഞാൻ ഗ്യാസും കുറ്റിയൊക്കെ പുറത്ത് വെച്ച് ഗ്യാസൊക്കെ ബുക്ക് ചെയ്ത് ഗ്യാസും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ഉണ്ണിയോക്ക് രാവിലെ ചോറോ കൊണ്ടുപോകണ്ടല്ലേ, ഇപ്പാണെങ്കിൽ വേവുള്ള അരിയാണ്, ഗ്യാസ് ഇല്ലാണ്ട് ഒരു പണി നടക്കൂല. അയ്യ, ഇന്നിപ്പോൾ ചോറിന് മുരൊഴിച്ച കറി ഉണ്ട്. അപ്പോൾ രണ്ടാമതാക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഉപ്പേരിയാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ചീര പൊട്ടിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ താഴെ വല്ല ഉണക്കത്തെങ്ങി വീണ് കിടക്കണ്ടോന്നൊന്ന് പരതി നോക്കിയാണ്, ഒന്നും വീണിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കിട്ടിയ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മുറി വേണം ഇനി ഉപ്പേരിക്ക് നമുക്ക് ചതച്ചിടാനായിട്ട്. തേങ്ങ കിട്ടിയിട്ടില്ലെങ്കിലും തെങ്ങിൻ്റെ ഒട്ടിന് നല്ല ഒരു പട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് വറകൊക്കെ നമ്മൾ ഉണക്കാട്ടയല്ലേ, അപ്പോൾ 1-2 കെട്ട് പട്ട നമുക്ക് വെട്ടി ഒരുക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ കിട്ടിയ പട്ടയെ ഞാൻ അങ്ങോട്ട് വലിച്ച് മേലെ പാത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചീര ഇങ്ങനെ നേരെ ഒരു വേലി മാരിയൊന്നും കുത്തിയിട്ടേ അല്ല, നമ്മുടെ ആ തൊടിയുടെ ഇറക്കത്തിൽ വെറുതെ അങ്ങ് കുത്തിവെച്ചാണ്. അത് നല്ലപോലെ മുറിച്ച് കുത്താഞ്ഞിട്ടേ ആകെ മൊത്തം വേലി മാരി തന്നെ ഇങ്ങോട്ട് പടർന്ന് തൂങ്ങിയിട്ടുണ്ട്. മരമാരിയൊക്കെയാണ് മേലേക്ക് കയറി പോയത്. എന്നുവെച്ചാൽ അതിങ്ങനെ നമ്മൾ മുറിച്ച് ഇങ്ങനെ കുത്തണം, അപ്പോഴാണ് അതൊരു വേലി മാറി. ശരിക്കും വേലിച്ചീര എന്നാണല്ലോ ഇതിന് പറയുക, ഇംഗ്ലീഷ് ചീര വേലിച്ചീര എന്നൊക്കെ പറയും. അതിങ്ങനെ നിരനിരേനെ ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അത് ഈ ഒരു ചീര കുറേ പേര് ക്യാൻസർ ഉണ്ടാവും എന്നുള്ള ഭയത്തിൽ ഉപയോഗിക്കണേ ഇല്ല. പക്ഷേ അത് ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് ഈ ചീരയെ വെച്ച് എന്തോരം വീഡിയോസ് അറിയോ യൂട്യൂബ് കിടക്കുന്നത്. ഇതിൻ്റെ ബെനഫിറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾക്കൊള്ളിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇന്ന് കണ്ടു വെക്കും. ഈ ചീരയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലവർ മുന്നേയൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്നും ഉപയോഗിക്കണേ ഇല്ല, ആ ഒരു സംഭവം പേടിച്ചിട്ട്. നമുക്ക് അങ്ങനെ വരാൻ യോഗ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതല്ലാണ്ട് ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ചീര കഴിച്ചിട്ടാണ് ഉണ്ടാവണ വെച്ച് ഇതിന് ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ കണ്ട വീഡിയോസൊന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് അറിവ് കിട്ടിയട്ടോ. കുറേ പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള കുറേ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തായാലും ഇത് കഴിക്കൽ നിർത്തിയിട്ടൊന്നുമില്ല. നമുക്ക് ഇതിങ്ങനെ നിറയെ നിൽക്കുന്നത് കാണുമ്പോൾ ഇതറുത്ത് കറിയാക്കാറുണ്ട്,
ഉപ്പേരി ആക്കാറുണ്ട്. അതുപോലെ കാബേജിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാബേജ് ഒന്നും കഴിക്കാത്തവരും കാബേജിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരൊക്കെ അപ്പോൾ കാബേജ് നന്നായിട്ട് കഴിച്ചോളും. എന്ന് വെച്ചാൽ ഇതും കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു തരം സ്മെല്ലുണ്ടല്ലോ, അതൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ ഈ ഒരു ചീരയെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആർക്കെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ആക്കൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല എന്താ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളെന്നൊക്കെ. എൻ്റെയൊക്കെ വീട്ടിലിത് എപ്പോഴും ഉപയോഗിക്കും കേട്ടോ. ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ പേര് കേട്ട ചീരയാണ്. ഇതില്ലാത്ത കേടലുണ്ടെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞ കൂട്ട് ഉപയോഗിക്കും. അത്ര ഇഷ്ടമാണ് അവിടേക്ക് ഉള്ളവർക്ക് കേട്ടോ. പക്ഷെ ഇവിടെ ചെർപ്പളശ്ശേരി ഭാഗത്തൊന്നും അങ്ങനെ ഇത് എല്ലാവരും ഉപയോഗിക്കാനായിട്ട് കാണാറില്ല. ചിലർ മാത്രമേ യൂസ് ആക്കണുള്ളൂ. ചിലപ്പോൾ ഒക്കെ അനിഷ്ടം കൊണ്ടായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ എല്ലാ ചീരകളും ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പോൾ ഒക്കെ തെറ്റിദ്ധാരണ കൊണ്ടും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നവരുടെ ധാരണകളൊക്കെ ഒന്ന് കമൻ്റായി ഇടുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ചീരയെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നു. എനിക്കിപ്പോൾ എന്താ സങ്കടിച്ചെൻ്റെ തൊടിയിലൊരു മുരിങ്ങാക്കൊമ്പ് പിടിച്ചിട്ടില്ല. മുന്നേ നമ്മളെ വീടിൻ്റെ മുന്നേ ഭാഗത്ത് ഇപ്പം നമ്മൾ ആ മൂച്ചയൊക്കെ നിൽക്കണില്ലേ, കോഴക്കവള്ളിയൊക്കെ പടർത്തിയിട്ടില്ലേ, അവിടെ ഒരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങോട്ട് മുറ്റത്തേക്ക് തൂങ്ങിയിട്ടും വീടിൻ്റെ മേലേക്ക് അങ്ങ് കയറി പോവുകയൊക്കെ ചെയ്തിട്ട് അതിനെ പകുതി വെച്ച് മുറിച്ച് അത് അങ്ങനെ നശിച്ച് ചീഞ്ഞ് അങ്ങോട്ട് പോയി. ഇപ്പോൾ ഒരു മുരിങ്ങാക്കൊമ്പില്ല. ഇനി ഒരു മുരിങ്ങാക്കൊമ്പ് പിടിപ്പിക്കണം എങ്ങനെയും. കുറേ തവണ ഞാൻ കുത്തിയാണ്, അവിടെ ഉണ്ടായി കിട്ടണില്ല. ഈ മുരിങ്ങയും കറിവേപ്പിലൊക്കെ ഉണ്ടാവാൻ ഒരു ഇതാണല്ലേ. ഇനി ഞാനൊരു ചാക്കിൽ കുത്തിയത് അമ്മ പൊട്ടിയതിന് ശേഷം മണ്ണിലാക്കാമെന്നൊക്കെ ഓർക്കുന്നുണ്ട്. എവിടെന്നെങ്കിലും ഒരു മുരിങ്ങാക്കൊമ്പ് ഒപ്പിക്കണം. നമുക്ക് നമ്മളെ തൊടിയിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോഴേ വല്ലപ്പോഴും ഒന്നും ഇല്ലാത്തുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. തൊടിയിൽ തന്നെ പോയി നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ളത് ഉപ്പേരിക്കുള്ളത് ഒക്കെ ആക്കാം. ഇന്നിപ്പോൾ രാവിലത്തെ പലഹാര പണി കഴിഞ്ഞിട്ട് ആ വറകുമ്പോൾ ചുറ്റിയ കാരണം കൊണ്ട് ഉച്ചാകുമ്പോഴത്തേക്കുള്ള പണി ഇത്തിരി പിന്നിലേക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീനും മനൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഉപ്പേരിക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ചീരയല്ലേ ഒന്ന് നന്നാക്കി കഴുകി നേരേക്ക് എടുക്കണമെങ്കിൽ ഒരു ചെറിയ പാടല്ലേ. ഏട്ടനാണെങ്കിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടും പാടി ഞാൻ കുറച്ച് അവിലെടുത്താട് നനച്ചു. എന്നാൽ പിന്നെ വേഗം ഒരു കട്ടനുമാക്കിയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് അവിൽ നനച്ചതോ ചോദിച്ചപ്പോൾ വേണ്ടെങ്കിൽ ഞാൻ ചോറ് വിളമ്പാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അത് കുഴപ്പമില്ല, അത് കാട്ടിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ തൽക്കാലം ശമനമായിട്ടുണ്ട്. അങ്ങനെ ടി വിയും കണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പേരിയാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഈ ചീര അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ ഈ ചീരയിൽ നിറയെ അരിനെല്ലി പോലത്തെ ഓരോ കുരുക്കളുണ്ടായിരിക്കും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അരിനെല്ലിക്കേ തോന്നും. അതപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് കാണിച്ചത്. ഞാൻ എപ്പോഴും ഓർക്കും ഇതുകൊണ്ട് വല്ല തോരനൊക്കെ ആക്കാൻ പറ്റുമെന്നാവുമെന്ന്. എന്ന് വെച്ചാൽ അത് തിന്നണ സാധനമാണല്ലോ. പക്ഷെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അത്ര ഉപ്പേരി ആക്കാൻ മാത്രമുള്ള അരിനെല്ലിക്ക് കൂട്ട് കൊലയായിട്ട് ഇതിൽ കായകളുണ്ടാവേ. കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ചെറുതിലൊക്കെ ഇതർത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കമ്മിയായിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ വയറിന് അസ്വസ്ഥതയും അതുപോലെ ശോധനക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇലകളൊക്കെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോഴത്തേക്കും നല്ല ശോധന ഉണ്ടാവും. വയറൊക്കെ ഒന്ന് റീഫ്രഷായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഏട്ടനൊക്കെ അന്ന് കണ്ണിന് വയ്യാണ്ടായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും കാഴ്ച കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എടുത്തു പറഞ്ഞതാണ് ഗുളികകളേക്കാൾ നല്ലത് ഇലക്കറികളും ഇലയൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക, കാഴ്ചയൊക്കെ കൂടാനൊക്കെ ആയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പറയണത്. പക്ഷെ നല്ലതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമുക്കൊക്കെ എല്ലാവർക്കും ഒരുവിധം ഇറച്ചി മീൻ ആ ഐറ്റംസ് മതി, ഒരുവിധം കേട്ടോ. പക്ഷേ കുറേ വെജിറ്റേറിയൻസും പച്ചക്കറി സ്നേഹികളും ഉണ്ട്, അത് വേറെ കാര്യം. എനിക്ക് ഇല കൊണ്ട് കറി വയ്ക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ തോരൻ വയ്ക്കൂലേ നമ്മൾ, അതിപ്പോൾ തേങ്ങയും പച്ചമുളകും ചതച്ചിട്ടാലും ചതച്ചിടാണ്ടേയും ഒക്കെ ഇഷ്ടമാണ്. വയറിൻ്റെ ഇല എൻ്റെ ഫേവറേറ്റ് ആണ്. അത് പക്ഷെ എപ്പോഴും കിട്ടൂല. ഒരുപാട് സ്ഥലമില്ലായിട്ടാണ് കൃഷി ചെയ്യാത്തതെന്ന് നമ്മളിൽ പലരും എപ്പോഴും പറയൂലേ. ചില ആൾക്കാരൊക്കെ 2-3 സെൻറ്റ് സ്ഥലം ഉണ്ടാവും, അതിലൊരു വീടും ഉണ്ടാവും. എന്നിട്ടും ബാക്കിയുള്ള സ്ഥലത്തും ടെറസിൻ്റെ മണ്ടയ്ക്കും ഉള്ള ചാക്കിലും ഡ്രമ്മിലും എന്തോരം സംഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോവും. എന്തെങ്കിലുമൊക്കെ കാട്ടി കുറേ ചുമക്കും ആക്കണം നമ്മുടെ തൊടിയിലും വീടിൻ്റെ 4 പുറമൊക്കെ ആയിട്ട്. അപ്പോൾ ചീരയൊക്കെ കഴുകി നുറുക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയുള്ളി പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ചീര കഴുകി ഊറ്റി അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇത്തിരി വെള്ളമേ തളിച്ചു കൊടുക്കണുള്ളൂ. നമ്മൾ എല്ലാം നുറുക്കിയിട്ടും അന്നങ്ങോട്ട് കഴുകി, അതുകൊണ്ട് അതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ പൊന്തി വരും. ഒരുപാട് വെള്ളമാക്കി കഴിഞ്ഞാൽ അത് വെന്ത് ഇങ്ങനെ എന്താ പറയുക വല്ലാണ്ട് ലൂസായ മാതിരിയാവും. ഒന്നിങ്ങനെ വരവരേനെ കിടക്കണമെങ്കിൽ വെള്ളം തളിച്ച് വേവിക്കുക. സാധാ ഇലമാരി അല്ല കേട്ടോ, ഇംഗ്ലീഷ് ചീരയ്ക്ക് ഇത്തിരി വേവുണ്ടേ. ഇനി നമുക്ക് ചീരപ്പേരിക്ക് ചതച്ചെടുക്കാനായിട്ട് തേങ്ങ ചിരകിയെടുക്കണം. ഞാനുണ്ടല്ലോ തേങ്ങ ചിരകുമ്പോഴത്തേക്കും
ആദ്യം ആ തേങ്ങാമുറിയിലൂടെ ചിരകുന്നൊരു ഭാഗം ഉണ്ടാവില്ലേ, തേങ്ങാമുറിയുടെ ആ മേലെയുള്ള ഭാഗം, അത് ഉണ്ണോള് വീട്ടിലുണ്ടാകുമ്പോൾ ഓർക്ക് കഴിക്കാൻ കൊടുക്കും. ആരില്ലാത്തുമ്പോൾ ഇതുപോലെ ഞാൻ അമുക്കും. ആ ഒരു ഭാഗത്തിന് ഭയങ്കര ഒരു മധുരവും ടേസ്റ്റൊക്കെ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ ചിരകുമ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗം ഞങ്ങൾക്ക് തരുമായിരുന്നു. അമ്മ അങ്ങനെ കഴിക്കുന്നില്ല. ചിലപ്പോൾ ഇതുപോലെ ഞങ്ങളില്ലാത്തുമ്പോൾ തിന്നുണ്ടാവുമായിരിക്കൂലേ. എന്തായാലും നല്ല സ്വാദാണ് അത് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയിൽ പച്ചമുളകും 2 പച്ചമുളകും ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് ജസ്റ്റ് ചതച്ച് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വലിയ ഉള്ളി വഴറ്റിയപ്പോൾ അതിൽ 2 പച്ചമുളകും നുറുക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ചുമന്ന മുളകും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എരിവൊക്കെ ഉണ്ടാവും. എരിവൊക്കെ പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ ഇല കൊണ്ട് ഉപ്പേരി ആക്കി കഴിഞ്ഞാൽ ചോറിക്ക് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ലേ, ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല, ഇത്തിരി വിശേഷങ്ങളും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. സബ് ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ ഫാമിലിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ് ചെയ്തൊന്ന് കൂടെ കൂട്ടിയേക്കണേ. ചീരപ്പേരിയൊക്കെ ആക്കി ഞാൻ ഏട്ടന് ചീരപ്പേരിയും മോരൊഴിച്ച കറിയൊക്കെ ആക്കി ചോറൊക്കെ കൊടുത്തു. ഏട്ടൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് ബിങ്കൂസിനൊരു മുട്ട ഉണ്ടാക്കി ഓൾക്കും കഴിക്കാൻ കൊടുത്തു. അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ആക്കിയിട്ടില്ല നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സിനും, പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തും ഞാൻ എപ്പോഴും പറയണ മാതിരി ഹൃദയത്തിൽ തൊട്ട് സ്നേഹത്തോടെ 1000 താങ്ക്സ് പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.